അസ്സലാമു അലൈക്കും എവരിവൺ. ഞാൻ 2 ദിവസം മുന്നേ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 1 കോടി 2 കോടി രൂപയുടെ മാത്രമല്ല 1000 രൂപയുടെ 2000 രൂപ കൊണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്ത് ടൈപ്പ് ബിസിനസ് ആണെന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഞങ്ങൾ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് അതിനെക്കുറിച്ചിട്ട്. പക്ഷെ അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഞാൻ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ നമുക്കൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു അനുഭവം പറയാം കേട്ടോ. എനിക്ക് ചെറുപ്പത്തിൽ ഈ നഖത്തുമ്മ മൈലാഞ്ചി ഇടാൻ ഇഷ്ടമായിരുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധാരണ മൈലാഞ്ചി അരച്ചിട്ട് കുറേ ദിവസം ഇടുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അത്രയും ദിവസങ്ങളുടെ ഒരു എഫേർട്ട് അതിനകത്ത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോഴായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഈ മൈലാഞ്ചി, ചക്കര മൈലാഞ്ചി എന്നൊക്കെ പറയുന്ന സാധനം ഭയങ്കര പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു. അതിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് തവണ അത് ട്രൈ ചെയ്തിട്ടും എനിക്ക് ആ ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നുള്ളതാണ്. എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളെപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു എന്നുള്ളതായിരുന്നു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞ് ഒരു 4 ഇയേഴ്സ് ബാക്കാണ് തോന്നുന്നു, ഒരിക്കൽ ഞാൻ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു പേജ് കണ്ടു. ആ പേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ നഖത്തിലിടുന്ന മൈലാഞ്ചിയുടെ വെള്ളം ഉണ്ടല്ലോ, ലിക്വിഡ്, അത് സെയിൽ ചെയ്യുന്ന ആളുകളായിരുന്നു. അന്നേരം ഒരു പ്രൊമോഷനൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ അവരെ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഞാൻ അവരെ പേജ് വിസിറ്റ് ചെയ്തു. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരൊക്കെ 2-3 ബോട്ടിൽ ഓർഡർ ചെയ്യുകയും ചെയ്തു. നല്ല സാധനം, നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു അത്. ഞാനത് ഉപയോഗിച്ച് അതിനകത്ത് അവർ ലിക്വിഡ് തരും, നമ്മളത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ നഖത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുവന്ന് കിട്ടും എന്നുള്ളതാണ്. ഭയങ്കര ഈസി ആയി തോന്നി എനിക്കത്. നമ്മളുടെ ചുറ്റുപാടിലുള്ള കുറച്ച് മനുഷ്യരുണ്ടായിരിക്കും. ആ മനുഷ്യർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് ഓക്കെ, ഈ ഒരു കാര്യം ഒന്ന് ഈസി ആക്കി തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഉണ്ടായിരിക്കും. അത് പലതും ആയിരിക്കാം. ഇപ്പൊ എന്നെ പോലെ ഒരാള് അന്ന് സ്ട്രഗിൾ ചെയ്തൊരു കാര്യത്തിനുള്ള പരിഹാരം ഇവർ കണ്ടെത്തിയില്ലേ, അതൊരു റെവല്യൂഷണറി ഐഡിയ ഒന്നും അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരത് കണ്ടുപിടിച്ചു, അതിനുള്ള പരിഹാരം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് ഒരു ബിസിനസ് അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇപ്പോഴും നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവരുണ്ടായിരിക്കും, അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അതെന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. എന്നിട്ട് അതിനുള്ള പരിഹാരം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടായിരിക്കും. ഇപ്പൊ എന്തൊക്കെ തന്നെ ആയിരുന്നുണ്ടെങ്കിലും ഒരു 1000 രൂപ 2000 രൂപക്കായിരിക്കും ഫസ്റ്റ് അവരൊരു ബാച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. കാരണം അത് അവർക്ക് അറിയില്ല. അവരത് ഇൻസ്റ്റാഗ്രാമിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടൊരു പേജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലൂടെ അവർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഓർഡർ വരുന്നതിനനുസരിച്ച് അവർക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. അതിനനുസരിച്ച് പിന്നീട് ചിലപ്പോൾ ഓർഡർ കിട്ടുമ്പോൾ അവർ കൂടുതൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതിന് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ തുടക്കത്തിൽ അവർക്ക് അവരുടെ ഒരു ഐഡിയ, അവരുടെ ആശയം അവർക്ക് മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അത്ര തന്നെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി അതിനുള്ള ഒരു പരിഹാരം കാണുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു നല്ല ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുടെ പരിഹാരം തേടി ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, താങ്ക് യു.